തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധേയമായ കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു തൃശ്ശൂർ. അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി എത്തി സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു വലിയ റാലി തന്നെ നടത്തുകയുണ്ടായി. അതോടുകൂടി കേരളത്തിന് ശ്രദ്ധ മുഴുവൻ തൃശ്ശൂരേക്ക് പതിഞ്ഞു. അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിന് അന്ന് തന്നെ കളമൊരുങ്ങി. പിന്നീട് അതിലും മാസ് എൻട്രി നടന്നത് തിരുവനന്തപുരത്താണ്. ശശി തരൂർ എന്ന അതികായനെ എതിരിടാൻ BJP രംഗത്തിറക്കിയത് അവരുടെ ഏറ്റവും മികച്ച കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം 10%. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ് നൽകുമ്പോൾ അത് 2% കുറഞ്ഞിരിക്കുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം കേവലം 2%. ഏത് നിമിഷവും മറിയാവുന്ന രീതിയിലേക്ക് തിരുവനന്തപുരം മാറിയിരിക്കുന്നു. BJP കേരളത്തിൽ കണക്കൂട്ടുന്ന 5 ലോക്സഭാ സീറ്റുകളിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നൽകുന്ന വിവരം 5 അല്ല 9 എന്നുള്ളതാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം, BJP മാത്രമല്ല BJPയുടെ സഖ്യകക്ഷികളും വോട്ട് ശതമാനം അല്ലെങ്കിൽ വോട്ട് ഷെയർ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. അതിലൊന്ന് കോട്ടയവും മറ്റൊന്ന് ഇടുക്കിയുമാണ്. മാവേലിക്കരയിൽ BJP ഇല്ലെങ്കിൽ BDJSന് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് UDFന് ഒരു വാട്ടർ ലൂവായി മാറും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തർക്കമില്ലാത്ത അവസ്ഥയിലാണ്. ഇത് ഞങ്ങൾ ഈ ഡേറ്റാസ് കളക്ട് ചെയ്തത് ഈ മറ്റു പാർട്ടികൾ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ്. ഈ ഇരു വിഭാഗത്തിലും പെടുന്ന നേതാക്കൾ പറയുന്നത് BJP പഴയതുപോലെയല്ല, അവർ പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക തന്നെ ചെയ്യുമെന്ന്. ചിലയിടത്ത് അവ UDFനെ അമ്പയെ പടുകുഴിയിലെത്തിക്കും, മറ്റു ചിലയിടത്ത് LDFനെ അപ്രസക്തമാക്കും. അത്തരത്തിൽ പോരാട്ടം നടക്കുന്ന 9 മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് അനാലിസിസ് ചെയ്യുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും കഴിഞ്ഞാൽ BJP മുന്നേറ്റമുണ്ടാക്കുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങലാണ്. അവിടെ തുടക്കം മുതലേ LDF ആയിരുന്നു മുന്നിൽ. തുടക്കം മുതൽ തന്നെ LDFന് എഡ്ജുള്ള മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. പക്ഷേ ഇപ്പോൾ LDF പിന്നാക്കം പോയിരിക്കുന്നു, UDF മുന്നോട്ട് നിൽക്കുന്നു. ഇവിടെ രണ്ടാമത് നിൽക്കുന്നത് അടൂർ പ്രകാശും ഒപ്പം തന്നെ V മുരളീധരനുമാണ്. 30% എത്തിയിരിക്കുന്നു V മുരളീധരൻ്റെ ഇപ്പോഴത്തെ ജനപിന്തുണ. മുരളീധരൻ മത്സരിക്കാനെത്തുമ്പോൾ 26% എന്നുകൂടി ഓർക്കണം. ഞങ്ങളുടെ കഴിഞ്ഞ കാല അപ്ഡേറ്റ്സ് ഉണ്ട്. ഇതിന് മുൻപ് നൽകിയതിൻ്റെ തൊട്ട് മുൻപ് നൽകിയ അപ്ഡേറ്റ്സ് ഞങ്ങൾ 26% പറഞ്ഞത്. കഴിഞ്ഞ അപ്ഡേറ്റ്സിൽ അത് 30% എത്തിയിരിക്കുന്നു. അതായത് 2ാം സ്ഥാനത്തേക്ക് LDFും BJPയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇവിടെ കേവലം 4.4% വോട്ട് കൂടി നേടിയാൽ ഒരുപക്ഷെ അടൂർ പ്രകാശിനെ മലർത്തിയടിക്കാൻ BJPക്ക് കഴിഞ്ഞേക്കാം, ഇല്ലെങ്കിൽ LDFന് കഴിഞ്ഞേക്കാം. പിന്നീടുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ എങ്ങനെ BJP മുന്നേറുന്നു എന്ന് അറിയാൻ ഇന്നത്തെ മാധ്യമങ്ങൾ മാത്രം നോക്കിയാൽ മതിയാകും. അനിൽ ആന്റണിക്കെതിരെ അനവധി ആരോപണങ്ങൾ, വലിയ രീതിയിലുള്ള ബ്രേക്കിങ്ങൾ. സ്വാഭാവികമായും എവിടെയാണോ ഫലമുള്ള മാവുള്ളത് അവിടെ ഏറുകൂടും. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിൽ സംഭവിക്കുന്നു. പത്തനംതിട്ടയിലും BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇതിലൊക്കെ ഞെട്ടിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടക്കുന്ന 2 ഇടങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് ആലപ്പുഴയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ വലിയ മുന്നേറ്റം. ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നതിന് കാരണം, ഞാൻ ആലപ്പുഴക്കാരനായ ഒരു വോട്ടറാണ്. ആലപ്പുഴയിലെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലൂടെ എല്ലാം ശോഭാ സുരേന്ദ്രൻ കടന്നു പോകുമ്പോൾ വലിയ ജനാവലി തന്നെ അവരെ കാണാനും അഭിവാദ്യം ചെയ്യാനും കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പങ്കെടുത്തത് LDFൻ്റെ കൊത്തളങ്ങളായ ചില കുടുംബയോഗങ്ങളിലും ചില ഇടങ്ങളിലുമാണ്. ഇടതുപക്ഷത്തിൻ്റെ വലിയ നേതാക്കൾ മാത്രം വരുമ്പോൾ കൂടുന്ന ആൾക്കൂട്ടമായിരുന്നു ശോഭാ സുരേന്ദ്രന് ഇവിടെ കാണാനെത്തിയത്. ആൾക്കൂട്ടം വോട്ടാകുമെങ്കിൽ ശോഭ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് കരുതി ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വലിയ നേട്ടം തന്നെ ഉണ്ടാക്കും. ഇവിടെ ആരിഫ് ചിലപ്പോൾ 3ാമതെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ വോട്ട് ഉയർത്തും എന്നുള്ളതല്ല, വലിയ രീതിയിൽ വോട്ട് ഉയർത്തും. അവർക്ക് പിന്നിൽ ഒരു വലിയ ശക്തി തന്നെ അണിനിരക്കുന്നു. അവരാരും BJPക്കാരല്ല. ശോഭാ സുരേന്ദ്രന് വേണ്ടി അണിനിരക്കുന്നവർ, വോട്ട് ചെയ്യുന്നവർ മോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ ധീവര സമുദായം, നായരും ഈഴവരും എല്ലാവരുമുണ്ട്. മറ്റൊരു ലോക്സഭാ മണ്ഡലം കോട്ടയമാണ്. മുൻപ് മുതലേ പലരും എഴുതിത്തള്ളേ കോട്ടയത്ത് ഇന്നലെ CPMന് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ലഘുലേഖ ഇറക്കേണ്ട സ്ഥിതി വന്നു. മറ്റൊന്നുമല്ല, ഏതാണ്ട് 32% വരും ഈഴവ സമുദായാംഗങ്ങൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ. അതിൻ്റെ പകുതിയിലേറെ പിടിക്കാൻ കഴിഞ്ഞാൽ തുഷാർ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം. ഇതിൻ്റെ ഭയമായിരിക്കണം കഴിഞ്ഞ ദിവസം CPM കോട്ടയത്ത് ലഘുലേഖ ഇറക്കി. തുഷാറിൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന SNDPയുടെ ചില അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഏതായാലും തുഷാറിനും അവിടെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ LDFകാർ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു മണ്ഡലം ഇടുക്കിയാണ്. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ BDJS വോട്ട് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് BJP പാലക്കാട്, തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തുമ്പോൾ 3 മണ്ഡലങ്ങളിൽ, അതായത് കോട്ടയം, ഇടുക്കി, മാവേലിക്കരയിൽ BDJS മുന്നേറ്റം നടത്തുന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സീറ്റിൻ്റെ എണ്ണം പറയാൻ ഞാൻ ആളല്ല, പക്ഷേ വോട്ട് ഷെയർ വല്ലാതങ്ങ് ഉയരും. മുൻപ് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, തമിഴ്നാട്ടിൽ BJP 2
ഡിജിറ്റ് അവർ വോട്ട് ഷെയർ ഉയർത്തുമെന്ന്. ഇപ്പോൾ അവരുടെ വോട്ട് ഷെയർ തമിഴ്നാട്ടിൽ 3.77%. അത് 2 ഡിജിറ്റ് ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നു. 10 കിട്ടിയാലും 2 ഡിജിറ്റ് തന്നെയാണ്. കേരളത്തിൽ 2 ഡിജിറ്റ് ആയിട്ട് കാലമേറെയായി. പക്ഷേ ഇത്തവണ കഴിഞ്ഞതുപോലെ ആകില്ല. വലിയ മുന്നേറ്റമുണ്ടാകും. അത് കേരളത്തിലെ നേതാക്കളെ കണ്ടിട്ടല്ല, പകരം നരേന്ദ്രമോദി ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനമാണ്. ഇടതിനെയും വലതിനെയും വല്ലാതെ മടുത്തു തുടങ്ങിയ ജനം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാറി ചിന്തിക്കുന്ന നോട്ടുകൾ താമരയ്ക്ക് വീണാൽ അത്ഭുതപ്പെടാനില്ല. അത് കേരളത്തിലെ നേതാക്കളുടെ മികവ് കൊണ്ടല്ല, പകരം നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഞങ്ങൾ നൽകുന്ന അവസാന അപ്ഡേറ്റ്സ് ഇതുതന്നെയാകും. കാരണം ഇനി നാളെ മുതൽ നൽകാൻ സാഹചര്യവും ഇല്ലെങ്കിൽ നിയമവും അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, BJP മികച്ച പ്രകടനം ഇത്തവണ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ജൂൺ 4 ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ഞാനീ പറഞ്ഞ 9 BJP ജയിക്കുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയുന്നു. ജയിക്കുമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞില്ല. പക്ഷേ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈ പറഞ്ഞ 9 മണ്ഡലങ്ങളിൽ BJP വല്ലാതെ അങ്ങോട്ട് വർദ്ധിപ്പിക്കും. വോട്ട് ഷെയർ വലിയ രീതിയിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. പാലക്കാടും വലിയ രീതിയിൽ മാറും. വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കുന്ന ആഖ്യാതി കൃഷ്ണകുമാറിന് ലഭിക്കുകയും ചെയ്യും. 2024 കൃഷ്ണകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമായിരിക്കും BJPയുടെ വരും കാലങ്ങളിലെ വഴികാട്ടിയായി മാറുക. അങ്ങനെ അനവധി മണ്ഡലങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ത്രികോണ പോരിലേക്ക് മാറുകയാണ്. കേരളം പാടെ മാറി മറിയുന്നു. ഇനിയുള്ളത് 3 നാൾ മാത്രം. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.